മുട്ട ഇങ്ങനെ പൊരിച്ചാലുണ്ടല്ലോ, അസാധ്യ രുചിയാണ് ട്ടോ. ഇഫ്താറിനൊക്കെ നല്ല കിടുക്കാച്ച ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ട്ടോ. മുട്ട നിങ്ങൾ ഇങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കൂ. എന്ത് ടേസ്റ്റാണെന്നോ. നല്ല ടേസ്റ്റിയാണ് ട്ടോ. എന്നാൽ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വെജീസൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടും ട്ടോ. നല്ല ക്രിസ്പി ആയിട്ടും എഗ്ഗിൻ്റെ ഒരു സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? നമുക്കിതിൽ ഇഷ്ടമുള്ള വെജീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതായത് നോൺ വെജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ വെജീസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്കിതിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം, ക്യാബേജ്, ബീറ്റ്റൂട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ക്യാബേജിൻ്റെ കഷ്ണമാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ കൊത്തി അരിയണ്ട, അല്ലാതെ ഇങ്ങനെ നീളത്തിൽ തന്നെ നമ്മളിങ്ങനെ അരിയത്തില്ലേ, അതായത് കുഞ്ഞായിട്ട് തോരൻ അരിയുന്ന പോലെ അരിയാതെ നീളത്തിൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഈ ഒരു വലിപ്പത്തിൽ കുറച്ച് വലുപ്പമായാലും കുഴപ്പമൊന്നുമില്ല. ക്യാബേജിനധികം വേവൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അത് ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്ര നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അതിൻ്റെ വലിപ്പം ഒന്നും നോക്കണ്ട. ഒരു സെയിം ലെവലോ ഒന്നും അങ്ങനെ ആവശ്യമില്ല. അങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് എരിവിന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചീര ഉണ്ടല്ലോ, അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതൊന്ന് കുഴഞ്ഞൊന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം കൂടല്ല, ഒരു ശകലം ആ കോൺഫ്ലോർ ഒന്ന് എല്ലാത്തിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഇങ്ങനെ ഒട്ടി പിടിച്ചൊരു പരുവുണ്ടല്ലോ, അതുപോലെ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ. ഒരുപാട് വെള്ളം കൂടിയാൽ കോൺഫ്ലോർ ഇങ്ങനെ വെള്ളം പോലെ കിടക്കും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തേച്ച് അപ്പം നമ്മളിങ്ങനെ ആ ഒരു കുഴഞ്ഞ പരുവം വരുമല്ലോ. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ക്യാബേജ് ആദ്യം ഒന്ന് ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ നടുക്കൊരു കുഴി കുത്തുന്നുണ്ട്. എന്നിട്ട് അതിലാണ് നമ്മൾ മുട്ട വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ മുട്ട ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ക്യാബേജും മുട്ടയും കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ക്യാബേജ് ഞാൻ നടുക്ക് ഇങ്ങനെ ഒരു ചെറിയ കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് മുട്ട ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. ഈ വെജീസിൻ്റെ കൂടെ എത്ര വെജീസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. നോൺ വെജ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം മുട്ട വെച്ചിട്ട് അത് നമ്മൾ ക്യാബേജിൻ്റെ നടുക്ക് ആ സ്പേസിലോട്ട് നമ്മൾ ആ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, മഞ്ഞക്കരു അത് പൊട്ടിപ്പോവാതെ പയ്യെ ഒഴിക്കണം കേട്ടോ. എന്നാലും ഒരു കാണുമ്പം തന്നെ നമുക്കൊന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഒരു ഫുഡ് നമ്മൾ കാണുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണമെങ്കിൽ അതിൻ്റേതായ ഒരു പെർഫെക്ഷനിൽ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അതുകൊണ്ട് ആ മഞ്ഞക്കുരു പൊട്ടാതെ നമ്മൾ പയ്യെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ട് അത് വെളിയിൽ പോയാലും അത് നമുക്ക് അതിനുള്ളിൽ തന്നെ, അത് ക്യാബേജിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാം നമുക്ക് വെളിയിൽ പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ മുട്ടയൊന്ന് തിരിച്ച് പൊട്ടിപ്പോകാതെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക്. നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ പറയണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അതാ അപ്പം നമ്മുടെ മുട്ടയുടെ ക്യാബേജും വെച്ചിട്ടുള്ളൊരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടൊരു റെസിപ്പി അല്ലേ. അപ്പോൾ മുട്ടയും ക്യാബേജും ഉണ്ടെങ്കിൽ എല്ലാവരും വേഗം പോയി ഉണ്ടാക്കിക്കോ കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളായ റെസിപ്പി ആരും മിസ് ചെയ്യില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ